ഒരു ദിവസം നമ്മുടെ വീട്ടിൽ എത്ര പേര് വരുന്നുണ്ടല്ലേ? ചില ആളുകൾ പല സ്ഥാപനങ്ങളുടെ പിരിവായിട്ട് വരും. ചിലപ്പോൾ നമ്മൾ ഫുഡ് ഡെലിവറി ഓർഡർ ചെയ്തിട്ട് ഡെലിവറി ചെയ്യാൻ ഡെലിവറി ബോയ്സ് വരും. ഫ്ലിപ്കാർട്ട്, ഇക്കാർട്ട്, ഡെലിവറി അതുപോലെ ഒരുപാട് കൊറിയർ സർവീസ് സ്റ്റാഫുകൾ ഡെലിവറി ചെയ്യാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ വരും. അതിലേക്ക് ഞാൻ വരാം. കുറച്ച് മുമ്പ് ഞാൻ കൊറോണൻ്റെ സമയത്തിന് മുമ്പ് 2018 സമയത്ത് മലപ്പുറം ടൗണിൽ ഞാൻ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഒരേ സമയത്ത് ഓടിയിട്ടുണ്ട് ഡെലിവറി ബോയ് ആയിട്ട്. ആ സമയത്ത് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് പല ആളുകളിൽ നിന്നും. അപ്പോൾ നല്ലവരുണ്ട്, ചീത്തവരുണ്ട്. ചില ആളുകൾ നമ്മൾ ഡെലിവറി ഈ കാട്ടിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ പ്രൊഡക്റ്റുകൾ നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ നമുക്ക് അത് പൊളിച്ചു നോക്കാൻ അന്ന് അതിന് അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ അവർക്ക് പൊളിച്ചു നോക്കണം, എന്നിട്ട് പൊളിച്ചു നോക്കിയിട്ട് നമ്മളെ കയ്യിൽ തന്നെ പ്രൊഡക്റ്റ് തന്നുവിടും. അവർ OTP ഷെയർ ചെയ്യുക, അതല്ലെങ്കിൽ അവരെ ആപ്പിൽ കൺഫേം ചെയ്യുക ഒന്നുമില്ല. അപ്പോൾ ഈ പൊളിച്ചതിന് ആരാ ഉത്തരവാദി? ഡെലിവറി ബോയ്സ്. ചില ആളുകളൊക്കെ വളരെ റൂഡായിട്ട് പെരുമാറാറുണ്ട് ഡെലിവറി ബോയ്സിനോട്. ഈ ഫ്ലിപ്കാർട്ട്, ആമസോൺ അല്ലെങ്കിൽ മിന്ത്ര ഈ കമ്പനികളൊക്കെ ഡെലിവറി ബോയ്സിൻ്റെ എന്നാൽ ചില ആളുകളുടെ വിചാരം ഇവരും മനുഷ്യരാണ്. അവർ ഒരു ഡെലിവറിക്ക് 18, 15 മുതൽ 21, 22 രൂപ വരെയുള്ള ആ പ്രൈസിന് വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നത്. അവരനുഭവിക്കുന്ന ഒരുപാട് കഷ്ടതകളുണ്ട്. ഡെലിവറി ബോയ്സിനാണ് കൂടുതൽ ഈ മൂത്രക്കല്ലിൻ്റെ അസുഖങ്ങളൊക്കെ വരുന്നത് ഈ വെയിലത്ത് ഓടുന്ന സമയത്ത്. ഇപ്പോഴത്തെ ഒരു വെതർ അനുസരിച്ച് കുഴപ്പമില്ല, അതല്ലെങ്കിൽ കുറച്ച് ചൂടായി കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ്. ആ സമയത്തൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ഒരാൾക്ക് തുള്ളി പച്ചവെള്ളമെങ്കിലും ചോദിക്കാനുള്ള ഒരു മര്യാദ വേണം. അത് ഏത് ആളുകളായിക്കോട്ടെ. നിങ്ങൾ ആശയവുമല്ലാത്ത സംഘടനയിൽ നിന്നൊക്കെ പിരിവായിട്ട് നിങ്ങൾ വീട്ടിൽ വരുന്നുണ്ടാവും. അത് മാറ്റി വെച്ച് നിങ്ങൾ പിരിവ് കൊടുക്കണ്ട. അവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് പച്ചവെള്ളം വേണമെന്ന് ചോദിച്ചുകൂടെ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വേണ്ട ചായക്ക് എന്തെങ്കിലും ക്യാഷ് കൊടുത്തൂടെ? ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ഞാൻ പറയില്ല. ചെയ്താൽ നിങ്ങൾക്കും ഗുണമുണ്ട്. അത് അത്രേ ഉള്ളൂ. ഇതിനൊക്കെ കുറിച്ചൊക്കെ എനിക്ക് പറയാനുള്ളത്. ഈ വിഷയം പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഡെലിവറി കൊണ്ടുകൊടുക്കാൻ പോയിരുന്ന സമയത്ത് കുറച്ച് ലേറ്റായി. അത് എൻ്റെ പ്രശ്നം കൊണ്ടല്ല, ഹോട്ടലിൽ നിന്ന് തരാൻ ലേറ്റായി. ഹോട്ടലിൽ വേറെയും കസ്റ്റമർ വരുന്ന ഹോട്ടലാണ്. അവിടുന്ന് നമുക്ക് സാധനം തരാൻ ലേറ്റായി. എന്നിട്ട് വളരെ റൂഡായിട്ട് നമ്മളോട് കസ്റ്റമർ പെരുമാറി. നമുക്കൊന്നും ചെയ്യാൻ ഓപ്ഷനില്ല, നമുക്ക് ഇരിക്കാനും ക്ഷമിക്കാനാണ് നമുക്ക് കമ്പനി എന്ന് പറയുന്ന നിർദ്ദേശം. പക്ഷേ വളരെ റൂഡായിട്ട് പെരുമാറുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ വരുന്ന ഒരു ടീമാണ് മാർക്കിന് വേണ്ടി പ്രൊഡക്റ്റ് വിൽക്കുന്ന ആളുകൾ. പക്ഷെ ആ പ്രൊഡക്റ്റുകളൊന്നും ക്വാളിറ്റി ഉള്ളതല്ല. അവരെന്ത് പറഞ്ഞാലും. പക്ഷെ അവരുടെ അന്നത്തെ സാഹചര്യത്തിനും അവർ അതിൽ ജോയിൻ ചെയ്യുന്നതും ആ മാർക്കിനും അവരുടെ ഇൻസെൻറ്റീവിനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പ്രൊഡക്റ്റ് ഒന്നും നിങ്ങൾ വാങ്ങണ്ട. അവർക്ക് എന്തെങ്കിലും ചായ ക്യാഷോ അവർക്ക് വെള്ളമോ അവർക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കുക. പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വാങ്ങണ്ട. ഇങ്ങനെ ഒരു മനുഷ്യത്വപരമായ ഇടപെടലൊക്കെ ഈ നിങ്ങളെ വീട്ടിൽ വരുന്ന അതിഥികളോട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷം ഉണ്ടാവും. ഇനി അതല്ല, ചിലവർ പപ്പടം കൊണ്ട് അല്ലെങ്കിൽ ചെറിയ പ്രൊഡക്റ്റുകളൊക്കെ കൊണ്ടുവരും. അവർ അന്നാന്നത്തെ ഉപജീവിത മാർഗം കഴിഞ്ഞു കൂടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ 30 റുപ്യക്ക് ഒരു പപ്പടം വാങ്ങി എഴുതിയിട്ട് നിങ്ങൾക്കൊന്നും വരാൻ പോകുന്നില്ല. നിങ്ങൾ തൊട്ടപ്പുറത്ത് പീടികയിൽ പോയി അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങുമ്പോൾ അതിൽ കൂടുതൽ ക്യാഷോ അതല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ വാങ്ങി വെച്ചാൽ അവർക്കൊരു ഹെൽപ്പാവും, നിങ്ങൾക്കൊരു സന്തോഷമാവും. ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് സന്തോഷം കിട്ടുക. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. അപ്പോൾ ഈ കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾ എന്തായാലും ഇങ്ങനെ സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്ക്.